ഹായ്, എല്ലാ കൂട്ടുകാർക്കും സൺ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റീസെന്റ് ലോഞ്ച് ചെയ്ത എക്സ്റ്ററിന്റെ ബേസ് മോഡൽ AMT വാഹനമാണിത്. ഇപ്പോൾ എക്സ്റ്ററിന്റെ ബേസ് EX വേരിയന്റിൽ നിങ്ങൾക്ക് AMT അവൈലബിൾ ആണ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് അതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ എക്സ്റ്ററിന്റെ EX AMT, അതായത് ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് ഇപ്പോൾ AMT അവൈലബിൾ ആണ്. എടുത്തു പറയേണ്ട കാര്യം, ബേസ് വേരിയന്റ് തൊട്ട് നമുക്ക് ഈ ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഇതൊരു ബേസ് വേരിയന്റ് ആണെന്ന് ആരും പറയത്തില്ല. കാരണം ഇപ്പോൾ നമ്മുടെ മിറേഴ്സും ഡോർ ഹാൻഡിൽസും ഒക്കെ ബ്ലാക്ക് വന്നാലും ഈ ഒരു കളർ ആയതുകൊണ്ട് അത് അത്ര എടുത്ത് കാണിക്കത്തില്ല. പിന്നെ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ വേരിയന്റുകളുടെയും ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇപ്പോൾ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എച്ച് ഷേപ്പിലുള്ള DRL ഇതിനകത്ത് വരുന്നില്ല. പകരം ഒരു വൈറ്റ് ഫിനിഷ്ഡ് റിഫ്ലക്ടേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നാൽ നമുക്ക് ഹെഡ്ലൈറ്റ് കാണാം, അതും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പാർക്ക് ലൈറ്റ്, അതും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ്. അകത്തെല്ലാം ഒരു സിൽവർ ഫിനിഷ് കാണാം. വേറെ ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും എക്സ്റ്ററിന് വരുന്നില്ല. ഫ്രണ്ടിൽ ആ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന പോർഷൻ ബേസ് വേരിയന്റ് തൊട്ടേ കൊടുത്തിട്ടുണ്ട്. 185 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ലിന്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ്. ടോപ്പ് എൻഡിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ആവുന്നുണ്ട്. ഇവിടെ എക്സ്റ്റർ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിംഗ് ആണ്. ടോപ്പിൽ ഹ്യൂണ്ടായുടെ ബാഡ്ജിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനോട്ടത്തിൽ ഇതാരും ഒരു ബേസ് വേരിയന്റ് ആണെന്ന് പറയില്ല. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ വൈറ്റ് വീൽസ് കാണുമ്പോഴാണ് ഇതൊരു ബേസ് വേരിയന്റ് ലുക്കിലേക്ക് വരുന്നത്. മറ്റ് ഇപ്പോ മിറേഴ്സ് ആണെങ്കിലും ഡോർ ഹാൻഡിൽസ് ആണെങ്കിലും ബ്ലാക്ക് കളർ തന്നെ, മീൻസ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് ബേസ് വേരിയന്റിൽ. ഈ വാഹനം ബ്ലാക്ക് ആയതുകൊണ്ട് അത് എടുത്ത് കാണിക്കാത്തതാണ്. ഇപ്പോൾ ടയർസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 14 ഇഞ്ച് വീൽസ് ആണ് ബേസ് വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്. 165/70R14 ആണ് ടയർ സൈസ്. ഒരു വൈറ്റ് ഫിനിഷിലുള്ള സ്റ്റീൽ വീലുകളാണ്. ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിലെ ഡ്രം ബ്രേക്കുകളുമാണ്. ഹ്യൂണ്ടായുടെ ഒരു ക്യാപ്പ് കാര്യങ്ങളാണ് വരുന്നത്. വീൽ കപ്പ് കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് ഇനി ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. നമുക്കിവിടെ ഓട്ടോ, സ്മാർട്ട് ഓട്ടോ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ഇൻഡിക്കേറ്റേഴ്സ് ഫെൻഡേഴ്സിൽ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. മിറേഴ്സ് ശരിക്കും മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതിപ്പോൾ മറ്റ് കളറുകളാണ് എങ്കിൽ, ഇപ്പോൾ വൈറ്റ് എക്സ്ട്രാ ഒക്കെ ആണെങ്കിൽ ഇത് ശരിക്കും മാറ്റ് ബ്ലാക്ക് ഫിനിഷ് നമുക്ക് എടുത്ത് കാണിക്കും. അത് ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് വൈറ്റ് ഫിനിഷിലേക്ക് അല്ലെങ്കിൽ ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ഉദ്ദേശിച്ചത് വൈറ്റ് വാഹനത്തിന്റെ കാര്യമാണ്. ഇപ്പോൾ ഡോർ ഹാൻഡിൽസ് ആണെങ്കിലും നമുക്ക് ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പ്ലെയിൻ ഗ്ലാസുകളാണ്. റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ വേരിയന്റിൽ വരുന്നില്ല. ബാക്കിൽ നമുക്ക് ആന്റിനയുടെ പ്രൊവിഷൻസ് കൊടുത്തിട്ടില്ല. ഇപ്പോൾ റൂഫ് റെയിൽസും ബാക്കിലെ സ്പോയിലർ കാര്യങ്ങളെല്ലാം നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. വശങ്ങളിൽ താഴത്തോടെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. അത് എല്ലാ വേരിയന്റുകളിലും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. വശങ്ങളിൽ നോക്കുമ്പോഴാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഹനമാണ് ശരിക്കും എക്സ്റ്റർ. എക്സ്റ്റർ ശരിക്കും നമ്മളുടെ കിയയുടെ സൈറോസിന്റെ സെയിം ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പൊ അത്രയും ഒരു ഇന്റീരിയർ സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കും. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് വേരിയന്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡിഫറൻസ്, ബാക്കിൽ വൈപ്പർ, വാഷർ, ഡിഫോഗർ വരുന്നില്ല എന്നുള്ളതാണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ സ്പോയിലർ വരുന്നില്ല. അത് ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് ആക്സസറി ചെയ്യാം. ടോപ്പ് എൻഡിലൊക്കെ വരുന്ന സെയിം സ്പോയിലർ ചെയ്യാനായിട്ട് പറ്റും. സ്പോയിലർ ചെയ്യുന്ന കുറച്ചും കൂടി ഒരു സ്പോട്ടി ലുക്കൊക്കെ തരും. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. വൈപ്പർ, വാഷറൊന്നും തന്നെ വരുന്നില്ല. അതിന് താഴെ ഹ്യൂണ്ടായുടെ ലോഗോ. ടെയിലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയന്റുകളിലും ആ LED ടെയിലൈറ്റ് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമുക്ക് ഹാലജനായിട്ടാണ് സ്റ്റോപ്പ് ലൈറ്റ് വരുന്നത്. താഴെ ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ്, അതെല്ലാ വേരിയന്റുകളും സിമിലർ ആയിട്ടാണ് വരുന്നത്. ബാക്കിൽ ആ ഒരു സ്കിഡ് പ്ലേറ്റ് നിങ്ങൾക്ക് ഈ ഒരു വേരിയന്റിൽ തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കും. ഇവിടെ റിഫ്ലക്ടേഴ്സ് കാണാം. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. നിരക്ക് ഹ്യൂണ്ടായുടെ ലോഗോ. ഈ പോർഷൻസ് എല്ലാം എല്ലാ വേരിയന്റിലും ആ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത്. ഇവിടെ എക്സ്റ്റർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. വേറെ വേരിയന്റിന്റെ ബാഡ്ജിങ് ഒന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്കിലൊരു സ്പോയിലറും കൂടി വന്നു കഴിഞ്ഞാൽ മറ്റ് വേരിയന്റുകളെ സിമിലർ ലുക്കിലേക്ക് മാറ്റാനായിട്ട് പറ്റും. നമുക്കിവിടെ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ബേസ് വേരിയന്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളെ ഏറ്റവും വലിയ ബൂട്ട് എന്ന് പറയാം. 391 ലിറ്ററാണ് ഈ വാഹനത്തിന്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ബാക്കിലേക്ക് നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പാഴ്സൽ ട്രേ പോലെയുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. സീറ്റ് ബെഞ്ച് ഫോൾഡിംഗ് ആണ് വരുന്നത്. സ്പ്ലിറ്റ് ഫോൾഡിങ്ങിന്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഹാൻഡിൽസ്, ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ്. മറ്റ് കളർ കാറുകൾ, അതായത് ബേസ് വേരിയന്റിന്റെ മറ്റ് കളറുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ശരിക്കും ബ്ലാക്ക് എടുത്ത് കാണിക്കും. ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. എക്സ്റ്ററിന്റെ മറ്റ് വേരിയന്റുകൾ ഒരു ഡ്യുവൽ ടോൺ കളർ വന്നപ്പോൾ ബേസ് വേരിയന്റിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഡോർ പാഡും നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലെ 2 പവർ വിൻഡോന്റെ ബട്ടൺസ് മാത്രമേ ഉള്ളൂ. ബാക്കിൽ നമ്മൾ നോർമൽ വിൻഡോസ് ആണ്.
ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ബ്ലാക്ക് ഫിനിഷ് ആണ്. അകത്ത് നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് മിറേഴ്സ് കൊടുത്തിരിക്കുന്നത്. മാനുവൽ കൺട്രോൾ ആണ്. ബോട്ടിൽ ഹോൾഡേഴ്സ് ആണ്. സ്പീക്കർ സംഭവം തന്നെ വരുന്നില്ല. ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ബേസ് വേരിയന്റോട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ല ഫാബ്രിക്കുകളാണ് വരുന്നത്. വശങ്ങളിൽ ബ്ലാക്കും അകത്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷോട് കൂടി അത് ഒരു ലൈറ്റ് ബ്ലാക്കിന്റെ ഒരു ഷെയ്ഡുമാണ് വരുന്നത്. ഫ്യൂലിലൂടെ താഴെ കൊടുത്തിരിക്കുന്നു. ഇത് AMT വേരിയന്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് കീ വരുന്നത്. ബേസ് വേരിയന്റിൽ നമുക്ക് ഫ്ലിപ്പ് കീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോക്ക് ആൻഡ് അൺലോക്ക്, ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഒരു പ്രീമിയം കീ തന്നെ ബേസ് വേരിയന്റിൽ വരുന്നുണ്ട്. ഒരു നോർമൽ കീ. മറ്റ് പല മാനുഫാക്ചേഴ്സിലും ഈ ഒരു മോഡൽ കീ കൊടുക്കുമ്പോൾ എക്സ്ട്രാന്റെ ബേസ് വേരിയന്റോട്ട് ഈ ഒരു കീ നമുക്ക് കാണാം. ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. എക്സ്ട്രാ ബേസ് ഓട്ടോമാറ്റിക് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡാഷ് ബോർഡ് ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണ്. ഒരു ലൈറ്റ് ബ്ലാക്കിന്റെ ഒരു ഷെയ്ഡാണ് ഈ സെന്റർ പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയന്റുകളിലും സിമിലർ സ്റ്റിയറിംഗ് വീലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താഴെ സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കാണാം. സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനോ ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസ് ഒന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് മാത്രമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ എല്ലാ വേരിയന്റുകളിലും സിമിലർ ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്ററും RPM മീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. ശരിക്കും ഫുള്ളി ഡിജിറ്റലായിട്ട് ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. അതിനകത്ത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഡോറിന്റെ ഒരു വാണിംഗ് കാണാം. പിന്നെ അത്യാവശ്യം വെഹിക്കിൾ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു മോഡലിലേക്ക് ചെല്ലുമ്പോൾ TPMS പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നത് ഇതിനകത്ത് എന്തായാലും അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മ്യൂസിക് സിസ്റ്റം വരുന്നില്ല. നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് 14,000 രൂപ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 15,000 രൂപ കൊടുക്കുകയാണെങ്കിൽ 9 ഇഞ്ചിന്റെ സ്ക്രീൻ ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ്രോയിഡ് സ്ക്രീൻ. അതിന്റെ സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ വാഹനം പ്ലസ് 14,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് വേരിയന്റിന്റെ ലുക്കിലേക്കൊക്കെ ഇന്റീരിയർ അല്ലെങ്കിൽ തേർഡ് വേരിയന്റ് S വേരിയന്റിന്റെ ലുക്കിലേക്കൊക്കെ ഇന്റീരിയർ ചേഞ്ച് ആവും. താഴേക്ക് വന്നാൽ AC വെന്റ്സിന് ചുറ്റും എല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലാണ്. നമുക്ക് ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ AC വെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് മാനുവൽ AC കൺട്രോൾസ് ആണ് ബേസ് വേരിയന്റിൽ വരുന്നത്. ഇവിടെ താഴെയെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. 12 വോൾട്ടിന്റെ ചാർജിങ് പോർട്ട് കാണാനായിട്ട് പറ്റും. നമ്മുടെ AMT ഗിയർ ലിവർ അത് ആ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ ആ ഒരു ഗ്ലാസ് ഫിനിഷ് കാണാം. റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് മോഡുകൾ കാണാം. താഴേക്ക് വന്നാൽ നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഹാൻഡ് ബ്രേക്ക്, സെന്റർ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഫിക്സഡ് ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ്. ഈ സീറ്റിൽ നമുക്ക് എക്സ്ട്രാ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും തന്നെ വരുന്നില്ല. ഇതിപ്പോ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയത് അതിന്റെ ഒരു ബാഡ്ജിങ് ആണ്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡ് സൺവൈസസ് മിറേഴ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല. മാനുവൽ ഡിമ്മിംഗ് ഒന്നുമില്ല. നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യേണ്ട ഹൈ RPMs ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസന്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും തന്നെ അതിനകത്ത് വരുന്നില്ല. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. സെഗ്മെന്റിലെ ഏറ്റവും വലിപ്പമുള്ള ഡോറുകളാണ്. അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പാഡ് നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പഴയ സ്റ്റൈൽ വിൻഡോ കൺട്രോളുകളാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് കപ്പ് ഹോൾഡേഴ്സും സ്പേസും കാണാം. സ്പീക്കേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. ബാക്കിലേക്ക് AC വെന്റ്സ് പോലെയുള്ള സംഭവങ്ങളൊന്നും ബേസ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ വരുന്നുണ്ട്. ISFP ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാസീവായിട്ടുള്ള ലെഗ് റൂം കാണാൻ പറ്റും. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള ബാക്ക് സീറ്റുകളാണ്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 20 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണും. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. സെന്റർ മൗണ്ട് ആയിട്ടാണ് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡ് 2 വശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഴ്സൽ ട്രേ വരുന്നില്ല. ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഈ വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് കയറുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഈ സെയിം പ്ലാറ്റ്ഫോമിലാണ് കിയയുടെ സൈറോസ് വന്നിരിക്കുന്നത്. അപ്പൊ അത്രയും വലിപ്പമുള്ള ഒരു വാഹനത്തിൽ എന്തൊരു ഇന്റീരിയർ സ്പേസ് കിട്ടുമോ അത്രയും ഇന്റീരിയർ സ്പേസ് നിങ്ങൾക്ക് ഹ്യുണ്ടായുടെ ഈ എക്സ്റ്ററിലും ലഭിക്കും. എക്സ്റ്ററിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയന്റ് തൊട്ട് വരുന്നുണ്ട്. ബേസ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് ഇതിനകത്ത് ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ എക്സ്റ്ററിന്റെ ബേസ് വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ ഒരൊറ്റ എഞ്ചിൻ മാത്രമാണ് വരുന്നത്. അത്
ഹ്യൂണ്ടായുടെ ടൈഡൻ ടെസ്റ്റായിട്ടുള്ള 1.2 ലിറ്റർ VT പെട്രോൾ എഞ്ചിനാണ്, 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT ഗിയർ ബോക്സ് ആണ്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. 82 HP ആണ് പവർ വരുന്നത്. 114 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണത്. നല്ല രീതിയിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജും തരുന്ന ഒരു എഞ്ചിനാണ്. ഇപ്പോൾ എക്സ്റ്ററിന് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 19.2 മാനുവലിനും ഓട്ടോമാറ്റിക്കിനും 19.4 റിയൽ ലൈഫിൽ മാനുവലിന് ഒരു 14-നും 16-നും ഇടയ്ക്കും ഓട്ടോമാറ്റിക്കിന് ഒരു 15-നും 16-നും ഇടയ്ക്കും മൈലേജ് ലഭിക്കും. എൻ്റെ അഭിപ്രായത്തിൽ എക്സ്റ്ററിൻ്റെയും ഗ്രാൻഡ് ഐറ്റൺ ഇയേഴ്സിൻ്റെയും ഒക്കെ AMTക്കാണ് കുറച്ചുകൂടി കൂടുതൽ മൈലേജ് ലഭിക്കുന്നത്. നമ്മൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ നല്ല മൈലേജ് തന്നെ നമുക്ക് എന്താണെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. എക്സ്റ്ററിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ EX മാനുവൽ വേരിയന്റ്, അതായത് ബേസ് മാനുവൽ വേരിയന്റിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 6,20,000 രൂപയാണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 7,30,000 രൂപ. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ബേസ് AMT വേരിയന്റ് ആണ്. ഇതിന് 6,77,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 8,18,000 രൂപ. ഇപ്പം 8,18 നിങ്ങൾ ഓൺ റോഡ് പ്രൈസ് വെച്ചതിന് ശേഷം പ്ലസ് ഇതിനകത്ത് അത്യാവശ്യം വേണ്ട ആക്സസറീസും കൂടി ഷോറൂമിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 8.5 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഒരു മ്യൂസിക് സിസ്റ്റം, വീൽ കപ്പുകൾ, പിന്നെ സീറ്റ് കവറുകൾ, റെയിൻ ഗാർഡ്, റൂഫ് റെയിൽസ്, ബാക്കിൽ ആ ഒരു സ്പോയിലർ പോലെയുള്ള ഫീച്ചേഴ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു മിഡ് വേരിയന്റിന്റെ ലുക്കിലേക്ക് വരും. അപ്പോൾ 8.5 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു ഇത്രയും സൈസുള്ള ഇത്രയും വലിപ്പമുള്ള ഒരു മൈക്രോ SUV അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് SUVയുടെ സൈസിൽ വരുന്ന ഒരു വാഹനം നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. എക്സ്റ്ററിന് ഇപ്പോൾ 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 95% ഒരു ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 8 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. പെർ ലാക്കിന് 1,500 രൂപ വെച്ച് മാത്രമേ അളവ് വരുന്നുള്ളൂ. അതായത് വെറും 49,999 രൂപ ഉണ്ട് എങ്കിൽ എക്സ്റ്ററിന്റെ ഈ ഒരു വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇപ്പോൾ മൺസൂൺ ഓഫർ കാര്യങ്ങൾ ഹ്യുണ്ടായിൽ നടക്കുന്നുണ്ട്. അതിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഒരുവിധം എല്ലാ വാഹനങ്ങൾക്കും ഓഫർ അവൈലബിൾ ആണ്. പിന്നെ എക്സ്റ്ററിൻ്റെ ഈ ബേസ് വേരിയന്റ് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ഇപ്പോൾ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. 3-4 വാഹനങ്ങൾ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കേരളത്തിൽ നിന്ന് എവിടെ വേണമെങ്കിലും ബുക്ക് ചെയ്യാം. എവിടെ വേണമെങ്കിലും ഡെലിവറി കാര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹ്യുണ്ടായി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മൂവാറ്റുപുഴയിലുള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എക്സ്റ്റേണൽ ഹ്യുണ്ടായുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.